ദേശീയപാതയായതിനാൽ നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നുപോകുന്നത്. ഇപ്പോൾ മണ്ഡലകാല സീസൺ ആയതിനാൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുടെ അടക്കം വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ ഉണ്ടായിരിക്കുന്നത്. ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശത്തെ ആളുകൾ പറയുന്നത്. റോഡ് നിർമ്മാണം കരാർ ഏറ്റെടുക്കുന്ന കരാറുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കെടുകാര്യസ്ഥതയും ഈ റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ കട്ടാത്തിക്കാൻ്റെ ഈ വളവിൽ സ്ഥിരമായിട്ട് വണ്ടി ആൾക്കാരുടെ ദേഹത്ത് കയറുക, ഇടിക്കുക. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വണ്ടി കാടോട്ട് പോയി. അതുപോലെ ലോറി ഒരു ചെറുക്കൻ്റെ ദേഹത്ത് കയറിയ ചെറുക്കം മരിച്ചു. ഒരു ട്രാൻസ്പോർട്ട് ഒരു ആളുടെ തലക്കൂടെ കയറിയ തല പൊട്ടിത്തെറിക്കുക ചെയ്തത്. ഒരു തിരേരി പോയിട്ട് വന്നതായിരുന്നു. അവിടെ ശകലം വീതി കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഈ വീതി കൂട്ടെന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ടർമാർ വന്നാൽ ചെയ്ത് നക്കാപ്പിച്ച പരിപാടി ചെയ്തിട്ടാണ് ഇതിലൂടെ പോകുന്നത്. അവിടെ കുഴിയുടെ ഈ വെള്ളം പോകുന്ന ഇതുപോലും മാറ്റി കളയാൻ ആ മണ്ണ് വാരി തെട്ടപ്പുറത്ത് വലിച്ച് പോകും. അത് ഒലിച്ച് വീണ്ടും താഴോട്ട് വന്ന് വീഴും. ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അധികാരികൾ ഇതൊന്ന് അത്യാവശ്യമായിട്ട് അതൊന്ന് ആ വളവൊന്ന് എടുത്ത് കളഞ്ഞാൽ മതി. അങ്ങോട്ട് വെള്ളോട്ടൊന്ന് കയറ്റി ആ കട്ടിങ്. അവിടെ ഈ കഴിഞ്ഞ വർഷം എല്ലാ സ്വാമിമാരുടെ വണ്ടി ഇടിയായി. ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡാകയാൽ വേഗതയിലാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത്. ഈ പാതയിൽ ചില ഭാഗത്ത് റോഡിന് വീതി കുറവുണ്ട്, കൂടാതെ വളവുകളുമുണ്ട്. ഇതൊന്നും അറിയാതെ വേഗതയിൽ വാഹനം ഓടിച്ചെത്തുന്ന ആളുകളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുൻപോട്ട് വയ്ക്കുന്നത്.